കഴിഞ്ഞ നൂറ്റാണ്ടിൽ സജീവമായി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു ശങ്കരൻ നമ്പൂതിരിപ്പാട്. EMS എന്ന ത്രയാക്ഷരങ്ങളിൽ അറിയപ്പെടുന്ന ആൾ. പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്നറിയോ? EMSൻ്റെ ഉമ്മാനെ കെട്ടിച്ചത് അവർക്ക് 11 വയസ്സുള്ളപ്പോഴാണ്. ഈ നാസർ വൈദി പോയ 15 നൂറ്റാണ്ട് പിന്നൊക്കൊന്നും പോകണ്ട. ഇത് 21 നൂറ്റാണ്ടാ. ഇതിൽ തൊട്ട് മുമ്പുള്ള നൂറ്റാണ്ടുണ്ട്, 20 നൂറ്റാണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. അത് ഓരോ വിഷയം സാമൂഹികമായി ഓരോ വിഷയത്തിനൊരു കാഴ്ചപ്പാട്, ഒരു പരിപ്രേക്ഷ്യം, രീതി, ശൈലി, സ്വഭാവം അതനുസരിച്ചാണ് നടക്കുക. ഇനി ബഹുഭാര്യത്തെ എടുത്താലോ, നമ്മുടെ നാട്ടിൽ കുറേ മാന്യന്മാരുണ്ട്. അവർ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ MP മാരുണ്ട്, MLA മാരുണ്ട്, മന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രി. അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും. പിന്നെ ഇൻചാർജ് ഭാര്യമാർ വേറെ ഉണ്ടാവും. വൈഫ് ഇൻചാർജ്, അങ്ങനെ പേരെങ്ങനെ പറയില്ല എന്ന് മാത്രം. എത്ര ആളുണ്ടായിരുന്നു ഒഴിവ്? അത് ഇല്ലാത്തവരാരാണ് കയ്യൊന്തിക്കാൻ പറഞ്ഞാൽ സമൂഹത്തിൽ എത്ര ആൾ കയ്യൊന്തിക്കും? ഇസ്ലാം ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ചെയ്ത് ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാകാം. മനുഷ്യൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് സ്വഭാവം അനുസരിച്ച് ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ അത് മതത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യണം. 4 കെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല. അത് തലപ്പര കക്ഷികൾ പറയുന്നതാണ് 4 കെട്ടണം. കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായ, മുസ്ലിം സമുദായ സംഘടനയായ സമസ്തയുടെ മുശാവറ അംഗം ബഹാവുദ്ദീൻ നദ്വിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. എത്രമാത്രം മോശപ്പെട്ട രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് എന്ന് നോക്കൂ. ഇങ്ങനെയൊക്കെ ഒരു മതപണ്ഡിതൻ പറയാൻ പാടുണ്ടോ എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നു വന്നതാണ്. രൂക്ഷ വിമർശനവും ഉയർന്നു വന്നിരുന്നു. അതേക്കുറിച്ച് ബഹാവുദ്ദീൻ നദ്വിയോട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അദ്ദേഹം. ഒരിക്കലും ഒരു പൊതുപരിപാടിയിൽ ഒരു പണ്ഡിതൻ സംസാരിക്കാൻ പാടില്ലാത്ത ഭാഷ, അതാണ് ബഹാവുദ്ദീൻ നദ്വി ഉപയോഗിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോഴിതാ സമസ്തയും ബഹാവുദ്ദീൻ നദ്വിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ മാധ്യമപ്രവർത്തകരോട് അക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നു. ആരുടെയെങ്കിലും സ്വകാര്യ ജീവിതത്തിലേക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചോ മോശമായി അഭിപ്രായം പറയുക എന്നത്, പ്രസ്താവന നടത്തുക എന്നത് സമസ്തയുടെ രീതിയല്ല. സമസ്ത അതിനോട് യോജിക്കുന്നില്ല എന്നാണ് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. അതായത് ഞങ്ങളെ സമസ്തനെ സംബന്ധിച്ചിടത്തോളം, സമസ്ത ഞങ്ങളെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ചെയ്യണ ഏതെങ്കിലും പണികളുണ്ടല്ലോ, അതായത് MLA-മാരും പിന്നെ MP-മാരെന്ന് മാത്രമല്ല, ആര് ചെയ്യണ ഇതുപോലുള്ള സ്വകാര്യമാവുന്ന അവരുടെ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ട് പറയുക എന്നുള്ള പരിയൊന്നും ഞങ്ങൾക്കില്ല. മനസ്സിലായി? അതതിനെ പറ്റി പറയാനോ? അല്ല, അത് സമസ്തൻ്റെ പ്രസ്താവനയില്ലല്ലോ. സമസ്ത കേരള ജമിയത്തുൽ അങ്ങനെ ഓരോരുത്തരുടെയും വ്യക്തിപരമായി അവരെ ജീവിതത്തിലുണ്ടാവുന്ന ദൂഷ്യവശങ്ങൾ ഇങ്ങനെ അത് പിന്നെ പരിശോധിച്ച് നടക്കുന്ന പണിയല്ലല്ലോ നമ്മൾക്ക്. അല്ല, അതിപ്പോൾ അതിൻ്റെ മൂപ്പരോട് അതിൻ്റെ വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നത് നമ്മളോടല്ല ചോദിക്കേണ്ടത്. അത് കഴിഞ്ഞ് അതിനെപ്പറ്റി അത്ര പറയണം. എങ്ങനെ വ്യത്യസ്ത അഭിപ്രായം? അതങ്ങനെ പല അഭിപ്രായങ്ങളും പലർക്കും ഉണ്ടാവുമല്ലോ. അതിനൊക്കെ നമ്മൾ മറുപടി, ഞങ്ങളെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞില്ലേ. അല്ലാതെ അവരോട് ചോദിക്കണത് എങ്ങനെ മൂപ്പർ ഏതടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളത്. ഇപ്പം ഞാനല്ലല്ലോ അതിന് മറുപടി പറയേണ്ടത്. നമ്മൾ മൊത്തത്തിൽ അതിനുള്ള ഇത് പറഞ്ഞില്ലേ. സമസ്തനോടിൻ്റെ നയം ഞങ്ങൾ പറഞ്ഞല്ലോ. ഇസ്ലാമിന് അല്ല, അതൊക്കെയെന്ന് പറഞ്ഞാൽ അവരോടല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത്, നമ്മളോടല്ല. നമ്മൾ പറഞ്ഞല്ലോ നിങ്ങളോട്. ഞങ്ങൾ വാക്കുകൾ സൂക്ഷിച്ചുകൊണ്ടാണല്ലോ പറയണത്. ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അല്ല, മുശാവറ സമ്മേളനം നടത്തിയതിന് ശേഷമുള്ള മുശാവറയുടെ തീരുമാനങ്ങളും ചർച്ച ചെയ്ത വിഷയങ്ങളുമാണ് ഇവിടെ നമ്മൾ പത്രക്കാരോട് പറയുന്നത്, ചാനലുകാരോട് പറയുന്നത്. അത് ചർച്ച ചെയ്യുകയോ അതിനെ സംബന്ധിച്ച് അല്ല, അവർക്കുള്ള സംശയം അവർ ചോദിച്ചതിന് മറുപടി പറഞ്ഞല്ലോ. അടക്കം പല സമയത്തും മുശാവറ യോഗങ്ങളിലും പത്രങ്ങളെ കാണുമ്പോഴേക്കും പറയാറുണ്ട്, പണ്ഡിത വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് പറയാറുണ്ട്. പക്ഷെ അത് അങ്ങനെ പറയുമ്പോഴും ഈ മുശാവറ പണ്ഡിതരിൽ നിന്ന് അങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതല്ലേ മൂലം. അത് ചർച്ച ചെയ്യേണ്ടതല്ലേ?
സമസ്ത ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. സമസ്തൻ്റെ വ്യക്തമായ നയം തന്നെ അതാണല്ലോ. നമ്മൾ ആളുകൾ വ്യക്തികൾക്ക് ഉണ്ടാവണ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഉണ്ടാവണ എന്തെങ്കിലും അവരെ സ്വകാര്യ ജീവിതത്തിലോ മറ്റും ഉണ്ടാവണ ആ ദോഷങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളോ പരിശോധിക്കലല്ല നമ്മളെ പണി. ഇത് അതൊന്നും ഞങ്ങൾ പറഞ്ഞു അയാൾ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിവിടെ സമസ്ത അല്ല അത് സമസ്തൻ്റെ നയമല്ല, ഇസ്ലാമിൻ്റെ നയം തന്നെ അതല്ലേ. അങ്ങനെ അതിപ്പോൾ അങ്ങനല്ല, അങ്ങനെ എല്ലാവരും പറയണത് അതൊന്നും അങ്ങനെയൊന്നും നിങ്ങൾ ചോദിക്കണ്ട. ആരെങ്കിലുമൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പലർക്കും പലതും പറയാൻ ആരെങ്കിലും അല്ല പറഞ്ഞ ആളുണ്ടല്ലോ. അതന്നെ സമസ്ത മറുപടി ഇപ്പം ഞങ്ങളോട് നൽകിയല്ലോ, സമസ്ത നയാതല്ല എന്നുള്ളത്. പിന്നെന്തിനെങ്ങനെ ചോദിക്കണം? മറുപടി പറഞ്ഞല്ലോ. നിങ്ങൾക്ക് സമസ്തൻ്റെ നയാതല്ല എന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്? എന്താ നമ്മൾ അത് അതിൻ്റെ പശ്ചാത്തലം അയാളോടാണ് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. വലിയ മുതിർന്ന അംഗമാണല്ലോ, അപ്പോൾ അവരോട് നിങ്ങൾ ചോദിക്കാമല്ലോ. വെറുതെ നമ്മളെന്തിനാ വെറുതെ അതിനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യണേ? സമസ്ത അങ്ങനത്തെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. സമസ്തന്റെ നമ്മളെ ഇസ്ലാമിന്റെ നയം തന്നെ അങ്ങനെയല്ലല്ലോ. നമ്മളിപ്പോൾ ഇങ്ങനെ ആളുകളെ എല്ലാവരും തെറ്റുകൾ നോക്കി എന്നിട്ട് ഇപ്പോൾ ഒരാൾ വ്യഭിചരിച്ചു റസൂലിനോട് ഒന്ന് പറഞ്ഞാൽ വ്യഭിചരിച്ചു. റസൂൽ പറഞ്ഞാൽ എന്താ, ഈ വ്യഭിചരിച്ചിട്ടുണ്ടാവില്ല, നീ കൂട്ടി പിടിച്ചതാണ് ഈ കാരണം. പിന്നെയും പറഞ്ഞു അല്ലേ വ്യഭിചരിച്ചതാണ്. അപ്പം അങ്ങനെയാണ് ഒരാളെ തെറ്റുകൾ ഇങ്ങനെ പഴുതുകൾ ഇങ്ങനെ ഉണ്ടായി നോക്കാണ്ട് ഒരു സ്ത്രീ പുരുഷനാണ് വർത്തമാനം, എന്നാൽ അവർ വർത്തമാനം പണ്ടുന്നത് പാടി വെക്കുക, എന്നിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടെ പണിയല്ല അതോട് കഴിഞ്ഞല്ലോ. അതൊന്നും ഞങ്ങളല്ലല്ലോ പറയേണ്ടത് നിങ്ങളോട്. നിങ്ങൾ പറഞ്ഞല്ലോ വലിയ പണ്ഡിതനാണ്, അപ്പം അയാൾക്കറിയില്ല. എങ്ങനെ അതൊക്കെ പുരോഗതി ഉണ്ട്. അതൊക്കെ നല്ല ഐക്യത്തോടു കൂടി നീങ്ങി പോകാനാണല്ലോ എല്ലാ തീരുമാനം. പറയുന്നതിലൊന്നുമില്ല. എവിടെ വരെ എത്തിയെന്ന് ഇപ്പം നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. അത് പൂർണ്ണമാകുമ്പോൾ നിങ്ങളോട് പറയും. ഇപ്പം എവിടെ വരെ എത്തി നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ.